ശിവസ്മൻ ചാനലിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? ഓക്കെ, നല്ല വിശേഷം വിചാരിക്കുന്നത്. അപ്പോൾ ചാനലിൻ്റെ എപ്പോഴുള്ള വീഡിയോ പോലെ തന്നെ ഇതും ഒരു ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു 5 മിനിറ്റ് വീഡിയോ ഇടാറ്. പക്ഷേ ഇതിന് ലാസ്റ്റ് ലെങ്ത് കൂടുതലുണ്ട്, ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല നല്ല ഭാഗങ്ങളാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അധികം കട്ടായി കളയാൻ തോന്നിയില്ല. എന്നാലും എനിക്കിപ്പോൾ വീഡിയോയിൽ ലെങ്ത് കൂടുതൽ ഇഷ്ടമല്ല. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോകളൊക്കെ എടുത്ത് കാണുമ്പോഴേ ഇപ്പോൾ നല്ല വീഡിയോ ആയാലും ലെങ്ത് കൂടിയാൽ ചിലപ്പോൾ നീക്കി കളയും. കാരണം നമുക്ക് കാണാനുള്ള ക്ഷമയില്ല. ഇപ്പോൾ കുറേ വീഡിയോകളൊക്കെ പിന്നാലെ എടുക്കല്ലേ. അപ്പോൾ ഇത് പരമാവധി കുറച്ചുണ്ട്, പറ്റുമെങ്കിൽ കാണും, ബോറടിക്കാന്ന് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയും അതിന് ചുറ്റുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനി എവിടേക്ക് പോവും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഭാഗത്തൊരു ഫാം ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ അതും കൂടി കണ്ട് നമുക്ക് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, പോണ വഴി നോക്കിയേ, നല്ല കിടിലാണ് കേട്ടോ. വഴിയല്ല കേട്ടോ, വഴിയുടെ ബാക്ക്ഗ്രൗണ്ട്. റോഡ് വലിയ കുഴപ്പമില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണ്. പോകും നമുക്ക് ഈ വഴി ടാറിങ് നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോഡൊക്കെ നന്നൊക്കെ ഉണ്ട്, അപ്പോൾ അടിപൊളിയാവും. പിന്നെ ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യൂ പോയിൻ്റൊക്കെ എത്തുന്ന മുമ്പേ നമുക്ക് എൻ്റെ നെയിം ബോർഡ് കിട്ടും. അപ്പോൾ വലിയ പ്രതീക്ഷയോട് എന്നിട്ട് പോവാണ്. പക്ഷെ പോണ വഴിയിൽ കാഴ്ചകൾ കണ്ടപ്പോൾ ഒരു ത്രില്ല് കൂടി. പ്രകൃതി രമണീയം. ഇനിയിപ്പോൾ ഫാം എങ്ങനെയും കുഴപ്പമില്ല. അപ്പോൾ ഇത് വീണ്ടും ഡാർക്ക് ഫീലിംഗ്. കാപ്പിത്തോട്ടം, ഒരു കാട്, 2 സൈഡും ഒറ്റ വണ്ടികളില്ലേ റോഡിൽ. അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ആവോ, എത്തിപ്പെടാണ്ടില്ലേ ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക്. ആ വഴി ഇവിടെ കൊണ്ടെത്തിയെന്ന് വിചാരിച്ചില്ല. പക്ഷെ എത്തിപ്പെട്ട ഫാമൊന്നും കാണാനില്ല. അപ്പോൾ നമ്മുടെ കയറി അന്വേഷിച്ചു. അപ്പോൾ ഫാം വേറെ ഭാഗത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നമ്മൾ അന്വേഷിക്കാൻ പോയില്ല. അപ്പോൾ അതേ നമ്മൾ ഫാമിലെത്തി. അപ്പോൾ ആ പരിസരത്തൊക്കെ കോഴികളും താറാവും ഇങ്ങനെ അരഞ്ഞെടുക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഫാമിൻ്റെ ഒരു ചായ തോന്നി തുടങ്ങി. വണ്ടി ഇവിടെ കൊണ്ടിട്ടു, ഏത് വഴിക്ക് എൻട്രി എന്നറിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ റേറ്റ് കൂട്ട് വഴി പോകണം. വഴി ഇതെങ്ങനെ ഇരിക്കും, ഫാമിൻ്റെ എൻട്രി. ആ എൻട്രി കഴിഞ്ഞത് ഇങ്ങനത്തെ വലിയൊരു കോമ്പൗണ്ടിലെത്തും. പിന്നെ എൻട്രിയിൽ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം. പിന്നെ അതെ, നമ്മൾ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് ഒരു മതിൽക്കെട്ട് ഇട്ടും അതിനുള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ കൂടുകളും ഹെൽത്ത് ആൾക്കാരും. അപ്പോൾ ഈ കൂടുകളിലൊക്കെ മുയലുകളും പ്രാവുകളും. പിന്നെ നോക്കിയേ, തൊഴുത്ത് നോക്കിയേ, ആഹാ എന്താണ് ഐശ്വര്യം. പക്ഷെ പശുക്കളില്ല, പക്ഷെ കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ തൊഴുത്ത് കൊടുക്കില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് ഈ തൊഴുത്ത് നമുക്ക് കിട്ടും. ഇവിടെ നമ്മളൊരു നൊസ്റ്റാൾജി പിടികൂടും. പിന്നെ അതെ, ഇവിടെയാണ് ടെറർ. കൂട്ടിലിട്ട മുതലവിടെ കണ്ട 2 ടമ്മർ നായകളുണ്ട് കേട്ടോ ഇവിടെ കൂട്ടിൽ. അടുത്തേക്ക് പോയി ഷൂട്ട് ചെയ്തില്ല, നമുക്ക് എടുക്കാൻ തോന്നില്ല. ആ ജാതി കുറേ. അത് മാത്രമല്ല, കൂടിൻ്റെ ഗ്രില്ലിൽ ഇപ്പോൾ പൊളിച്ചു വരുന്നു തോന്നുന്നു. എന്നാലും ഞാൻ ഒരുവിധം അടുത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടാ. കണ്ടില്ലേ കൂട്ടിക്കിടന്ന് പെരുകണ്. ഫാമിലേക്ക് എന്ത് ചെയ്യുന്ന നായക്കട കൊണ്ടിട്ടിരിക്കുന്നത് മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ. ഫാം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സൗമ്യന്മാരായ ആൾക്കാരെ വേണം. ഇവരൊക്കെ കണ്ടടക്കം എന്ത് സുഖം. നായക്കടും കാണാനൊക്കെ നല്ലതാണ്, പക്ഷെ കുറേയൊക്കെ വലിയ സുഖമില്ല. പിന്നെ നമ്മൾ ആ മതിൽക്കെട്ടിന് പുറത്തേക്ക് കിടന്ന് അതിൻ്റെ വേറെ സൈഡിലുള്ള കാഴ്ചകൾ. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ മറ്റൊരു സൈഡിൽ കൂടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഓപ്പൺ ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടും. അപ്പോൾ അവിടെ എത്തി ഇവിടെ ഉണ്ട കുറച്ചും കൂടി വായ്പുള്ള കാഴ്ചകൾ. ഫാമിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ഇവിടെ തന്നെ കിട്ടുക. നമ്മൾ നേരത്തെ കണ്ടൊരു ഭാഗമില്ല, ഞാൻ വെച്ച് അവിടെ മാത്രമേ ഉള്ളൂ. ആ കോമ്പൗണ്ടിൻ്റെ അങ്ങേറ്റത്തെ താഴത്തേക്ക് എപ്പോഴാണ് സീനോട് വന്നു തുടങ്ങിയത്. ഇവിടുത്തെ ഫാമിൻ്റെ മെയിൻ താരങ്ങൾ, ഉയരം കുറഞ്ഞ ആടുകൾ. അപ്പോൾ ഇതെന്താ സംഭവം ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി. ഈ ആടുകളെ കനേഡിയൻ ആടുകളാണെന്ന് പറഞ്ഞത്. കനേഡിയൻ എന്ന് പറയുമ്പോൾ കാനഡയിലത്തെ ആടുകളാണോ ഇനി? അടുത്തായാലും സൂപ്പറാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു സിമ്പിൾ സ്വഭാവം, നല്ല അണക്കുണ്ട്, ഉയരം കുറവുണ്ട്, കാണാൻ നല്ല ലുക്കുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒരു വെള്ള കളറിൽ കണ്ടാട്ടാ. ഇനി വേറെ കളറുണ്ടോന്ന് അറിയില്ല, അവിടെ കണ്ടില്ല. നോക്കിയൊരു പീക്കിരി കിടക്കണം. സാധാരണ നമ്മൾ ആടുംകുട്ടികളെ കാണുമ്പോൾ എടുക്കാൻ നോക്കും. അപ്പോൾ ഞാനൊന്ന് എടുത്ത് ഒക്കത്ത് വെച്ചു. പിന്നെ നോക്കിയാൽ എമു എന്നല്ല പറയാ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ മിക്ക വളർത്തുന്നതും കാണാറുണ്ട്. എന്തൊക്കെ ഒരു കൂട്ടിൽ നടക്കണതാണ് നല്ല രസമാട്ടാ. നോക്കിയേ, നല്ല പുൽമേടല്ലേ, നല്ല പച്ച വിരിച്ച് വീട്ടോടൊക്കെ വൈകുന്നേരം കൂട്ടിലാക്കിയിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കുക. പിന്നെ നോക്കിയാൽ മാസ സീൻ. ഇതിന് തൊട്ട് സൈഡിൽ കാടുകൾ എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ഒരു ജലാശയമുണ്ട്. അതിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ താറാവൾ നീന്തി പിടിക്കുന്നുണ്ട്. താറാവൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കിടക്കണം, പ്രത്യേക വൈബ് തന്നെ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുള്ള ആ ജലാശയം കാട് കാണാൻ നല്ല രസമാണ്. കാടെന്ന് പറഞ്ഞാൽ ഒരു തിങ്ങി നിറഞ്ഞ കാടല്ല, അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് നടന്നു പോകാനൊക്കെ തോന്നും. മരങ്ങൾക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്, ഒരു പറമ്പ് പോലെ. ശരിക്കും അവിടെ നിന്നൊക്കെ വല്ല മൃഗങ്ങൾ വരുന്നുണ്ടാവും അല്ലേ. നോക്കിയേ, വെള്ളം കുടിക്കാനേ ഫാമിൻ്റെ സൈഡിൽ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. നോക്കിയാൽ കാടിനുള്ളിൽ കൂടെ വരുന്ന ജലാശയമാണ്. അതിവിടെ ഫാമിൻ്റെ അവിടെ വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വല്ല മൃഗങ്ങളൊക്കെ വന്നു ഇവർക്ക് വല്ല ഉപദ്രവം ഉണ്ടോന്ന് അന്വേഷിച്ചില്ല കേട്ടാ. ചോദിക്കാൻ എന്നെ ഇവിടെ ഒരാളെ കാണാനില്ല. വന്ന ടൈമില്ലേ പിന്നെ വേറെ സന്ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കി ഉമ്മ നിൽക്കുന്ന കുള്ളനാടുകൾ. ഇവരെ കണ്ടപ്പോഴേ ആടിനൊക്കെ വളർത്തി തുടങ്ങിയാൽ ആലോചിച്ചു. പക്ഷെ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഫാമിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ എത്തിയപ്പോഴേ നമുക്കിവിടെ വന്നത് മുതലായി തോന്നി. ഈ വളർത്തുമ്പോൾ ഇതിനോട് ചുറ്റിപ്പറ്റിയ പ്രകൃതിയും കണ്ടപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സുഖം. നോക്കി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല, കൂടുകളൊരു ചാകരയാണ്. ഫാമിൻ്റെ നല്ലൊരു പ്രസൻ്റ് ആയിട്ടുള്ള ഭാഗം ഇവിടെയാണ്. എല്ലാ കൂട്ടിലും ഓരോന്നുണ്ട്. ഈ ഭാഗം കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി. അപ്പോൾ ഇറങ്ങി വരുമ്പോഴാണ് നല്ല നല്ല കാഴ്ചകൾ കണ്ട. കോഴികളും ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞെടുക്കണ്. നമുക്കിത് അതിനിടയിൽക്കൂടെ ഇങ്ങനെ നടക്കാം. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കോഴികളും ആടുകളൊക്കെ നടക്കണം, നല്ല രസമല്ലേ. എൻ്റെ കഥയിൽ ഇവയൊക്കെ വളർത്തണപ്പോൾ കുറവാട്ടാ. ശരിക്കും ഇവരങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ വളർത്തണം. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ വളർത്താനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നായക്കളൊക്കെ ശല്യം വളരെ കൂടുതലാണ്. അതുപോലെ കീരി, ഉടുമ്പ്, ഇതൊക്കെ കാരണം ഇപ്പോൾ ആരും വളർത്തണത്. അപ്പം നമ്മുടെ ഒരു അറിവ്
അങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്നും പറ്റിയില്ലെങ്കിലേ ഇതെങ്ങനത്തെ ഫാമോടൊക്കെ കണ്ട് മനസ്സിന് സന്തോഷം കണ്ടത് നോക്കിയൊരു കുട്ടീനെ എടുത്തപ്പോൾ തന്നെ എൻ്റെ തോളത്ത് ചാഞ്ഞെടുക്കണം. നല്ല അണക്കണ്ട് കേട്ടാ. ഇതിനൊന്നൊക്കെ പോയാലോ കൊടുക്കണ്ടാവോ? എവിടെ ഇപ്പം ചോദിക്കുക, എവിടെ ആരും കാണാനില്ല. പക്ഷെ ഇവിടെ ആളുണ്ട് കേട്ടാ. ഒരാളോട് ഫുഡ് കൊടുക്കാൻ വന്നിരുന്നു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവരായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴേ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, കണ്ട് ആസ്വദിച്ച് പോവാം. പിന്നെ നമ്മളിവിടെ എത്തിപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞില്ലേ, വീടൊരു ഫസ്റ്റ് പാത്രത്തിൽ എത്തിപ്പെട്ട സ്ഥലം കാണിച്ചിരുന്നില്ലേ, അപ്പോൾ ആ വ്യൂ പോയിന്റ് അവിടെ നിന്ന് വരുന്ന വഴി അത് ശരിക്കും നമ്മളവിടെ എത്താം. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വഴി ബൈക്കിൽ പോകണമാണ്. അപ്പം ഞാനവിടെ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടാ. അപ്പോൾ ആ ചെറിയ വഴി കാണുമ്പോൾ തന്നെ സുഖമില്ല. കാപ്പിക്കാടുകൾക്കുള്ളിലൊരു വഴി, ഫാമിലിക്ക് ഇപ്പോൾ അതിൽ കൂടെ ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അവിടേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ ശരിക്കുള്ള വഴി അതാട്ടാ. അപ്പോൾ ആ വഴി വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ടാ. ശരിക്കും പേടിപ്പെടുത്തുന്ന വഴി, 2 സൈഡും കട്ട കാപ്പിത്തോട്ടം, അതിനായിട്ടൊക്കെ ഒരു ഓഫ് റോഡ് പോലെ വഴി. പകുതിയത്തെ പിന്നെ തിരിച്ചു വന്നു നീ, പിന്നെ ഇതിപ്പോൾ എവിടേക്ക് ഇട്ട് വളയ്ക്കും. അങ്ങനെ മുന്നോട്ട് പോയി എത്തിപ്പെട്ടാണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ വണ്ടിയോടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചു വരാം. പിന്നെ ഈ സ്ഥലത്തെത്തിയപ്പോഴേ അവിടെ നിന്ന് വേറെ വഴി കണ്ടു. ആ വഴി ടൈലൊക്കെ വിരിച്ചേ നിർമ്മാണത്തിലായിട്ട് കണ്ടത്. അപ്പോൾ കണ്ടിട്ട് ഒരു പുതിയ വഴി ചാലാവാൻ സാധ്യതയുണ്ട്. ശരിക്കും നെല്ലാമ്പതി വന്നിട്ട് ഇവിടേക്ക് 2 പാതിക്കാൻ ആദ്യമായിട്ട് വരുന്നത്, അതായത് സീതാർകുണ്ട് വ്യൂ പോയിന്റും ഈ ഫാമും. അപ്പോൾ ഇത് രണ്ടും മിസ്സാക്കിയിട്ട് ഇത്ര നാളെ നമ്മൾ തിരിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ 1 ഡേ ട്രിപ്പിന് സ്ഥിരമായിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വരുന്നോടത്ത് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോകും. പിന്നെ അതെ വീണ്ടും ഒരു നൊസ്റ്റാൾജിയ. ഇവിടെ ഈ ഫാമിൻ്റെ എൻട്രി തന്നെ ഇങ്ങനെ ട്രാക്ടർ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യൂ പോയിന്റ് കാണാൻ വരുമ്പോൾ ഈ ഫാം മിസ്സാക്കണ്ട. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു ഫാം, പച്ചപ്പിൻ്റെ തീരത്ത്. ഇതേ ഫാമിൻ്റെ എൻട്രിയിൽ നമുക്കൊരു ഷോപ്പ് കിട്ടും. പിന്നെ വഴിയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്സാക്കണ്ട, നല്ലൊരു ഫീൽ ഉണ്ടാവും. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ സമയം ഏതാണ്ടായി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട സബും ലൈക്കിൻ്റെ തരാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു താങ്ക്സും.